ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നാടൻ ഇഡ്ഡലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ട് കണ്ട പഞ്ഞി പോലുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതുവരെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഈ ഒരു വീഡിയോ എന്തായാലും കാണേണ്ടതാണ് കേട്ടോ. ഈ ഒരു ഇഡ്ഡലി നല്ല വെള്ള കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 ടിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക. അതുപോലെ തന്നെ ഈ ഒരു ഇഡ്ഡലി നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും ഇതേപോലെ സോഫ്റ്റായിട്ട് ഉണ്ടാകും കേട്ടോ. ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് പച്ചരിയാണെങ്കിലും കുഴപ്പമില്ല. ഇതിന് നമുക്ക് ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്നില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മളെടുത്ത ആ ഒരു കപ്പിന് 3/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇത് നമ്മൾ തലേ ദിവസം മാവ് അരച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഴുന്ന് നമ്മൾ പകുതിയോളം ചേർത്ത് കൊടുക്കണം. അതായത് 1.5 കപ്പ് പച്ചരിക്ക് 3/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. അരി നമുക്ക് ഒരു 6 തവണയൊക്കെ കഴുകിയെടുക്കണം. ഉഴുന്ന് ഒരു 3 തവണ മാത്രം കഴുകിയെടുത്താൽ മതി. അപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അരി ഞാനൊരു 6 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഉഴുന്ന് ഞാൻ 3 തവണ കഴുകിയെടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് കഴുകിയിട്ടുണ്ട്, അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോവും. പിന്നെ കുതിരാനായിട്ട് വെക്കുമ്പോൾ ഉഴുന്നിൽ നമ്മൾ കുറച്ചധികം വെള്ളം വെക്കണം. ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ പിന്നീട് അരിയൊക്കെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് ഞാൻ വെക്കുന്നത് ഫ്രിഡ്ജിലേക്കാണ്. അരി പുറത്തുതന്നെ വെക്കുന്നുണ്ട് കേട്ടോ. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അത് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അരിയും ഉഴുന്നൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്നിലെ വെള്ളം ഒന്നങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അത് വെച്ചിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാനും. അരിയത്തെ വെള്ളമൊക്കെ നമുക്ക് കളയാം. ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. അപ്പോൾ 3/4 കപ്പ് ഉഴുന്നാണല്ലോ, അത് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തണുപ്പിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ഇതിലെ ബാക്ടീരിയ ഒന്നും നഷ്ടപ്പെടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല വെള്ള കളറായിട്ട് കിട്ടും ചെയ്യും. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ശ്രദ്ധിക്കണം. ഉഴുന്നിൻ്റെ താഴ്ഭാഗം മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. മുകളിലേക്ക് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇഡ്ഡലിയാണ്, അപ്പോൾ വെള്ളം അധികമായാൽ പിന്നെ കറക്റ്റായിട്ട് കിട്ടില്ല. ഉഴുന്നൊക്കെ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെറും തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഉഴുന്നും കൂടെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഒരേ ഒരു പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും ഒഴിച്ചു കൊടുക്കുന്ന ഒരു പാത്രം തന്നെ ആയിരിക്കണം, എന്നാലേ പെട്ടെന്ന് മാവൊക്കെ പൊങ്ങി വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ അപ്പത്തിനാണെങ്കിലും ദോശക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ഒക്കെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരേ ഒരു പാത്രം തന്നെ എടുക്കുക. ഉഴുന്നൊക്കെ അരച്ചിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയാണ് അരച്ചെടുക്കേണ്ടത്. ആ ഒരു ജാറിലേക്ക് തന്നെ അരി ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിക്സിയുടെ വലിയ ജാറായതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ചോറാണ് കേട്ടോ. ചോറും ഞാൻ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതായിരുന്നു. ചോറ് തണുപ്പിക്കണമെന്നൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി 1.5 കപ്പ് പച്ചരിക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇഡ്ഡലിക്ക് ആയതുകൊണ്ട് തന്നെ അരിയൊക്കെ അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പോട് കൂടെ അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് അരിയൊക്കെ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉഴുന്ന് ഒഴിച്ചു കൊടുത്ത ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഈ അരി അരച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്നും അരിയും അരച്ചെടുത്തു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉഴുന്ന് നല്ലപോലെ തണുപ്പിച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന പാത്രം എപ്പോഴും ഒന്ന് തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചല്ലേ മാവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും മാറ്റി വെക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ കൂടുതൽ മാവുണ്ടെങ്കിൽ പകുതി എടുത്തിട്ട് അതിലും ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു മാവ് കൈ വെച്ചിട്ട് മിനിമം 5 മിനിറ്റെങ്കിലും നമ്മൾ നല്ലപോലെ ഒന്ന് ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഒരേ രീതിക്ക് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സ്പൂണോ തവി വെച്ചിട്ടൊന്നും ചെയ്യരുത്, കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം മാവ് മിക്സാക്കി എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ടൈം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വരുന്നത്. ഇഡ്ഡലിക്ക് മാവ് കൂട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നല്ലപോലെ സമയം എടുത്തിട്ട് തന്നെ മിക്സാക്കി എടുക്കണം.
ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാവ് പുളിച്ച് പൊങ്ങും. ഈ ഒരു സമയത്ത് നല്ലപോലെ എയർ ബബിൾസൊക്കെ വന്നിട്ട് നല്ല പതഞ്ഞ് പൊങ്ങാൻ സഹായിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം തന്നെ ഇതുപോലെ കൈവച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ തലേ ദിവസമാണ് ഞാനിത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമുക്ക് നോക്കാം മാവ് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. നല്ല തണുത്ത കാലാവസ്ഥയാണ്, എന്നാലും നോക്കാം. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇതാ മാവൊക്കെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, എന്നാലും മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് വട്ടം കൂടുതലുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാവൊക്കെ ഒഴിച്ച് വെക്കുന്ന പാത്രം കുറച്ച് വട്ടം കുറവാണെങ്കിൽ നല്ലപോലെ പൊങ്ങി വന്നതറിയാം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി നല്ല പതഞ്ഞ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഞാനൊരു 2-3 തവി മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനി പൊങ്ങി പോവണ്ട വെച്ചിട്ട്. പിന്നെ ഇത് കൂടുതൽ നേരം ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഉപ്പൊക്കെ ചേർത്തതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ അങ്ങനെ ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ കൂടുതലായിട്ട് തവിയിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എയർ ബബിൾസൊക്കെ താന്നു പോവും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു 3 തവി മാവോളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതാ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ മാവ് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തായാലും നല്ല പതഞ്ഞ് പൊങ്ങിയിട്ടുള്ള മാവ് കിട്ടും. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലിയൊക്കെ ഇളകി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു കുഴിയുടെ പകുതിയോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, പിന്നെ പൊങ്ങി വരും. ഇപ്പോൾ ഞാൻ 2 തട്ടിലും മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 6 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ ഇഡ്ഡലി റെഡിയായി കിട്ടും. ഇപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തട്ട് നിന്ന് മാറ്റാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം മാത്രം നമുക്ക് ഈ ഒരു തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല തണുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതിന്ന് മാറ്റുകയാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ സ്പൂണിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഡ്ഡലി കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല വെള്ള കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉഴുന്ന് നല്ലപോലെ തണുപ്പിച്ചിട്ട് അരച്ചെടുത്താൽ മാത്രം മതി. ഇതുവരെയും ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളിതിൽ ഉഴുന്ന് മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, വേറൊന്നും ചേർത്തിട്ടില്ല. ഈസ്റ്റൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല പോലെ പൊങ്ങി വരും മാവ്, പക്ഷേ പെട്ടെന്ന് അത് ഹാർഡായി പോവും. അപ്പോൾ ഇതുപോലെ നാടൻ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കിയ വൈകുന്നേരം ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.